ഹായ് ഹലോ സഹകാരിയിലേക്ക് സ്വാഗതം. UGC നെറ്റ് കൊമേഴ്സിൻ്റെ ബിസിനസ് ഫിനാൻസ് എന്ന മോഡ്യൂളിൽ നിന്നുള്ള കുറച്ച് PYQ സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. Under which of the following approaches the cost of equity is assumed to increase linearly with leverage? That is, the average cost of capital remains constant with increased use of leverage. എന്താണ് ലിവറേജ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന അപ്രോച്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കുറച്ച് അപ്രോച്ചസ് ആണ് തന്നിരിക്കുന്നത്, തിയറീസ് ആണ് തന്നിരിക്കുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഇൻകം അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്, വാൾട്ടർ അപ്രോച്ച്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചാണ്, എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ഇറെലവൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ്. നെറ്റ് ഇൻകം അപ്രോച്ച് റെലവൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഇത് രണ്ടും കൊണ്ടുവന്നത് ആരാണ്? ഡേവിഡ് ഡുറാൻഡ് ആണ്. ട്രഡീഷണൽ അപ്രോച്ചും ഒരു ഇറെലവൻ്റ് അപ്രോച്ചാണ്. ദെൻ വാൾട്ടർ അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിന് അങ്ങനെ ഒരു അപ്രോച്ച് ഇല്ല. ദാറ്റ് ഈസ് ഡിവിഡൻഡ് ഡിസിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തിയറിയാണ് വാൾട്ടർ അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Which one of the following is the correct sequence of various stages of operating cycle of a manufacturing company? Raw material conversion period, work in progress conversion period, finished goods conversion period, receivables conversion period. Option B നോക്കിയേ. Raw material conversion period, work in progress conversion period, creditors payment period, receivables conversion period. ഓപ്ഷൻ സി നോക്കിയേ. ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്, റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ്, റിസീവബിൾസ് കൺവേർഷൻ പീരീഡ്, വർക്കിംഗ് പ്രോഗ്രസ് കൺവേർഷൻ പീരീഡ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ്, ഫിനിഷ്ഡ് ഗുഡ്സ് കൺവേർഷൻ പീരീഡ്, അതുപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസ് കൺവേർഷൻ പീരീഡ്, റിസീവബിൾസ് കൺവേർഷൻ പീരീഡ്. ഇതൊക്കെ നമുക്ക് ലോജിക് കൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം ഫസ്റ്റ് റോ മെറ്റീരിയൽ കൺവേർഷൻ നടക്കുന്നു, ദെൻ അത് വർക്കിംഗ് പ്രോഗ്രസ് ആവുന്നു, അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്നു, അതെന്താവുന്നു റിസീവബിൾസ് ആയി മാറുന്നു. സോ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതാണ് ആൻസർ. റോ മെറ്റീരിയൽ വരുന്നു, വർക്കിംഗ് പ്രോഗ്രസ് ആവുന്നു, ദെൻ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നു, അത് റിസീവബിൾസ് ആയി മാറുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. If the risk return is RF is 6%, beta value is 1.5 and market rate of return is 10%, the expected rate of return would be. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി CAPM മെത്തേഡ്, അതായത് എന്താണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡിൽ കാണാനുള്ള എല്ലാ ഐറ്റംസും നമുക്ക് തന്നിട്ടുണ്ട്. സോ എന്താണ് അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്? RF പ്ലസ് ബീറ്റ RM മൈനസ് RF എന്നാണ് നമുക്ക് വരുന്നത്. എന്താണ്? RF പ്ലസ് ബീറ്റ RM മൈനസ് RF എന്നാണ് നമുക്ക് വരുന്നത്. RF ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. 6 പ്ലസ് ബീറ്റ എത്രയാണ്? 1.5. ദെൻ RM എത്രയാണ്? 10 മൈനസ് RF നമുക്കറിയാം 6 ആണ്. സോ ആൻസർ നമുക്ക് എത്രയാണ് വരുന്നത്? ഇത് നമുക്ക് എന്താണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസർ 12 ആണ് വരുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് വരുന്നത് 12 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നോക്കിയേ, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ARR മെത്തേഡ്, പേ ബാക്ക് പീരീഡ് മെത്തേഡ്, NPV മെത്തേഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. ഇതെവിടെയാണ് കേട്ടിട്ടുള്ളത്? ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ ടെക്നിക്സ് ആണ് അല്ലേ. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുലാസ് ആണ് നമുക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നോക്കിയേ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, ദെൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ പ്ലസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, ദെൻ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, അതായത് NPV മെത്തേഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം എന്താണ്? ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ ലാസ്റ്റ് എന്താണ്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന് നേരെ തന്നിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അക്കൗണ്ടിങ് ഇൻകം അല്ലെ ആവറേജ് ഇൻകം ആണത്
എടുക്കുന്നത്. സോ ARR മെത്തേഡ് എന്ന് പറയുന്നത് ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ എന്താണ്, ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം 3 ആണെന്ന് മനസ്സിലായി. സോ A3 വരുന്ന എന്താണ്, 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി എയോ ബിയോ ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ദെൻ പേ ബാക്ക് പീരീഡ് മെത്തേഡ്, രണ്ടാമത് തന്നിരിക്കുന്നത് പേ ബാക്ക് പീരീഡ് മെത്തേഡാണ്. പേ ബാക്ക് പീരീഡിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ഇത് വരുന്നത് നോക്കിയേ. പേ ബാക്ക് പീരീഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണോ, B1 ആണോ വരുന്നത് നോക്കിയേ. B1 ആണ് വരുന്നത്. സോ നോക്കിയേ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, അതായത് B നമുക്ക് 1 ആണ് വരുന്നത്. ദെൻ നോക്കിയേ C എന്താണ്, NPV മെത്തേഡ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, അതെന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ് വരുന്നത്. സോ C നമുക്ക് 4 ആണ് വരുന്നത്. D എന്താണ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, അതേത് വരും, D എന്ന് പറയുന്നത് 2 ആണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ പ്ലസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, നോക്കിയേ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, ഏതൊക്കെയാണ് ട്രൂ എന്ന് നമുക്ക് നോക്കാം. പേ ബാക്ക് പീരീഡ് മെത്തേഡ് കൺസിഡേഴ്സ് ഓൾ ക്യാഷ് ഫ്ലോസ് ഓഫ് എ പ്രൊജക്റ്റ്. Payback period method concern more with recovery of cost than profitability. Then net present value represents net addition to the wealth of shareholders. Then accounting rate of return method incorporates risk as well as time value of money. എന്താണ് പറഞ്ഞിരിക്കുന്നത്, പേ ബാക്ക് പീരീഡ് മെത്തേഡ് എല്ലാ ക്യാഷ് ഫ്ലോസിനെ ഒരു പ്രൊജക്റ്റിൻ്റെ കൺസിഡർ ചെയ്യുമോ, ഇല്ല. അതായത് പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ പേ ബാക്ക് പീരീഡിന് ശേഷമുള്ള ക്യാഷ് ഫ്ലോ ഇത് കൺസിഡർ ചെയ്യാറില്ല. സോ ഓപ്ഷൻ A ഉള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഈ ഒരു നെറ്റ് എക്സാമിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സോ A വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലായി ബിയോ സിയോ ആണ് ആൻസർ വരിക. ദെൻ പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ത് ചെയ്യുന്നു, റിക്കവറി ഓഫ് കോസ്റ്റ് ആണ് പ്രോഫിറ്റബിലിറ്റിനെക്കാട്ടിലും. ശരിയാണ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്, കോസ്റ്റ് റിക്കവറിയാണ് പ്രോഫിറ്റബിലിറ്റിനെക്കാട്ടിലും ചെയ്യുന്നത്. ദെൻ നെറ്റ് പ്രസൻറ്റ് വാല്യൂ റെപ്രസെൻറ്റ് നെറ്റ് അഡീഷൻ ടു ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അതും ശരിയാണ്. നമുക്ക് ആൻസർ വരുന്നത് ബിയും സിയും, അതായത് സി ആണ് ആൻസർ വരുന്നത്, ബിയും സിയും ആണ് ആൻസർ. അപ്പം സി ആണ് ആൻസർ വരിക. നോക്കാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ടെക്നിക്കാണ്. അത് ടൈം വാല്യൂവിനെയോ അല്ലെങ്കിൽ റിസ്കിനെയോ ഒന്നും കൺസിഡർ ചെയ്യാത്ത മെത്തേഡാണ്. സോ എന്താണ്, ഡിയും തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതും മാച്ച് ചെയ്യാനാണ്. നെറ്റ് ഇൻകം അപ്രോച്ച് ഉണ്ട്, ഗോർഡൻ മോഡൽ ഉണ്ട്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ തിയറി ഉണ്ട്, റീ ഓർഡർ ലെവലുണ്ട്. നോക്കിയേ ലിസ്റ്റ് 2 തന്നിരിക്കുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബജറ്റിംഗ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിവിഡൻഡ് തിയറി. നോക്കാം. നെറ്റ് ഇൻകം അപ്രോച്ച് എവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ തിയറീസിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സോ A3 ആണെന്ന് മനസ്സിലായി. A3 ആണെങ്കിൽ നമുക്ക് എന്താണ്, 2 എലിമിനേറ്റ് ചെയ്യാം. A3 ആണെന്ന് മനസ്സിലായി. ദെൻ ഗോർഡൻ മോഡൽ എവിടെയാണ് കേട്ടിട്ടുള്ളത്, വാൾട്ടർ മോഡലും ഗോർഡൻ മോഡലും ഒക്കെ അതൊക്കെ വരുന്നത് ഡിവിഡൻഡ് തിയറീസിലാണല്ലേ. സോ B നമുക്ക് 4 ആണെന്ന് മനസ്സിലായി, A3 ആണെന്ന് മനസ്സിലായി, B4 ആണെന്ന് മനസ്സിലായി. നമ്മളിതാ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. ബാക്കി കൂടെ നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ തിയറി, IRR എവിടെയാണ് പഠിക്കുന്നത്, ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ ടൈം വാല്യൂവിനെ കൺസിഡർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. സോ അതെന്താണ്, C2 വരും അല്ലേ. ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ ഒരു പുതിയ ടെക്നിക്കാണ്, മോഡേൺ ടെക്നിക്കാണ് IRR. ദെൻ റീ ഓർഡർ ലെവൽ, D എന്താണ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റിനകത്താണ് വരുന്നത്. നമ്മൾ ലെവൽസ് ഓഫ് ഇൻവെൻട്രി ഒക്കെ കണ്ടിട്ടില്ലേ, ഡേഞ്ചർ ലെവല്, മാക്സിമം ലെവല്, മിനിമം ലെവല്, റീ ഓർഡർ ലെവല്, ഇതൊക്കെ എവിടെയാണ് കേട്ടിട്ടുള്ളത്, ഇൻവെൻട്രി മാനേജ്മെൻറ്റിനാണല്ലേ. സോ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി D1 ആണ്. സോ ഓപ്ഷൻ B ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ. Which one of the following analysis is suitable for the risk return analysis in financial decision? റിസ്ക് റിട്ടേൺ അനാലിസിനകത്ത്, ഫിനാൻഷ്യൽ ഡിസിഷനകത്ത് റിസ്ക് റിട്ടേൺ അനാലിസിസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്, CAPM അനാലിസിസ്, SWOT അനാലിസിസ്,
ക്യാപിറ്റൽ ഗിയറിംഗ്, EV അനാലിസിസ്. എന്താണ് നമുക്കറിയാം, റിസ്ക് റിട്ടേൺ അനാലിസിസ് വരുന്നത് ഉറപ്പായിട്ടും എവിടെയാണ്? ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡാണ് അല്ലേ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഈ CAPM മെത്തേഡ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ A ആണ്, ദാറ്റ് ഈസ് CAPM മെത്തേഡാണ്. ദെൻ നോക്കിയേ, വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാ? നമുക്ക് നോക്കിയേ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ, മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ ബെനിഫിറ്റ്. ഏതാ വരുന്നത്? നമുക്കറിയാം ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ ബെനിഫിറ്റ് ആണ് എന്തായിട്ട് വരുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ബാക്കിയുള്ള എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? The concept of present value is based on the principle of compounding, principle of discounting. ഓപ്ഷൻ സി എന്താ? A and B, then none of the above. നോക്കിയേ, ആൻസർ വരുന്നത് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്ങിൻ്റെ ബേസിലാണ്. സോ എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഫ്യൂച്ചർ വാല്യൂ ആണെങ്കിലോ അത് പ്രിൻസിപ്പിൾ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ബേസിലായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫ്രം ഓൾ ദ സോഴ്സ് ഓഫ് ഫണ്ട്സ് ഈസ് കോൾഡ്. നമുക്കറിയാം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അഗ്രഗേറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തൊക്കെ വരും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ട്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ഡിബഞ്ചർ ഉണ്ട്, അതുപോലെ എന്താ ഡെറ്റിൻ്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കോസ്റ്റ് ഉണ്ട് അല്ലെ. എല്ലാ സോഴ്സിൽ നിന്നുമുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോമ്പോസിറ്റ് കോസ്റ്റ്. എന്തെന്നാണ് വിളിക്കുന്നത്? ഓൾ സോഴ്സിൽ നിന്നും കൂടെ ഉള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ അഗ്രഗേറ്റിന് നമ്മൾ വിളിക്കുന്നതാണ് കോമ്പോസിറ്റ് കോസ്റ്റ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. കോമ്പോസിറ്റ് കോസ്റ്റ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? അതെ, നോക്കിയേ, ലിസ്റ്റ് 1ഉം 2ഉം മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ലിവറേജ് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഇപ്പുറത്ത് എന്താണ് തന്നിരിക്കുന്നത്? ഷോർട്ട് ടേം സോൾവൻസി, ഏർണിംഗ് കപ്പാസിറ്റി, റിലേഷൻ ബിറ്റ്വീൻ ഡെറ്റ് ആൻഡ് ഇക്വിറ്റി, എഫിഷ്യൻസി ഓഫ് അസറ്റ് മാനേജ്മെൻറ്റ്. സോ ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം ഡെറ്റ് ആൻഡ് ഇക്വിറ്റി, റിലേഷൻ ബിറ്റ്വീൻ ഡെറ്റ് ആൻഡ് ഇക്വിറ്റി, അതാണ് ലിവറേജ് റേഷ്യോയിൽ വരുന്നത്. സോ A3 ആണെന്ന് മനസ്സിലായി. A3 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി രണ്ടെണ്ണം എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ബി നോക്കിയേ, ബി ലിക്വിഡിറ്റി റേഷ്യോ. നമുക്കറിയാം ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ക്വിക്ക് റേഷ്യോ, അതുപോലെ എന്താണ് അസറ്റ് ടെസ്റ്റ് റേഷ്യോ, കറണ്ട് റേഷ്യോ, ഇതൊക്കെ എന്താ? ലിക്വിഡിറ്റി റേഷ്യോസാണ്. എന്താ ലിക്വിഡിറ്റി റേഷ്യോസ് കാണിക്കുന്നത്? നമ്മുടെ ഷോർട്ട് ടൈം സോൾവൻസി ആണ് കാണിക്കുന്നത്. സോ ബി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് വരുന്നത്. സോ ഡയറക്റ്റ്ലി നമ്മളിപ്പോൾ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ബി കൂടെ 1 ആയപ്പോൾ എന്താണ്? ഡി ആണ് വരുന്നത്. ദെൻ ടേൺ ഓവർ റേഷ്യോ. ടേൺ ഓവർ റേഷ്യോ ഏതാണ് വരുന്നത്? നമ്മുടെ സി എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, അസറ്റ് മാനേജ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ദെൻ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി ആണല്ലേ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കാണിക്കുന്നത്. സോ ഡി എന്ന് പറയുന്നത് 2 ആണ്. ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നത് എങ്ങോട്ട് വരും? അത് ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നു. ദെൻ ലിക്വിഡിറ്റി റേഷ്യോ എന്താണ്? നമ്മുടെ ഷോർട്ട് ടൈം സോൾവൻസി കാണിക്കുന്നു. ദെൻ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിലോ, ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. ദെൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് തീർച്ചയായും എന്താ? ഏണിംഗ് കപ്പാസിറ്റി ആണല്ലേ കാണിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, arrange the following steps involved in capital budgeting in order of their occurrence. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ സ്റ്റെപ്പ്, അതുപോലെ തന്നെ ടെക്നിക്സിലെ, അതായത് ട്രഡീഷണൽ ടെക്നിക്സ്, ടൈം വാല്യൂ കൺസിഡർ ചെയ്യാത്തതും ടൈം വാല്യൂ റിസ്ക്കും കൺസിഡർ ചെയ്യുന്ന ടെക്നിക്സും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രീവിയസ് ഇയറിലും നമ്മളോട് റിപ്പീറ്റ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ബിസിനസ് ഫിനാൻസിൽ നിന്നും ക്യാപിറ്റൽ ബജറ്റിങ്ങും അതിൻ്റെ ടെക്നിക്സ് എന്ന് പറയുന്നത്. നോക്കിയേ, അതിൻ്റെ സ്റ്റെപ്പാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊജക്റ്റ് സെലക്ഷൻ, പ്രൊജക്റ്റ് അപ്രൈസൽ, പ്രൊജക്റ്റ് ജനറേഷൻ, ഫോളോ അപ്പ്, പ്രൊജക്റ്റ് എക്സിക്യൂഷൻ. ഒന്നാമത്തെന്ന് പറയുന്നത് 3 ആണ് ആദ്യം വരുന്നത്. പ്രൊജക്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുവാണ്. സോ 3 ഓപ്ഷൻ വരുന്ന ഒരേ എണ്ണമേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണത്. നോക്കാം. ആദ്യം നമ്മൾ പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ ഒരു അപ്രൈസൽ നടത്തുന്നു.
പ്രൊജക്റ്റ് അപ്രൈസൽ നടത്തുന്നു, ദെൻ ഏറ്റവും നമ്മുടെ പ്രൊജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ഷൻ നടത്തുന്നു, ദെൻ അത് എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നു. സോ പ്രൊജക്റ്റ്, ജനറേഷൻ, അപ്രൈസൽ, ദെൻ സെലക്ഷൻ, ദെൻ എക്സിക്യൂഷൻ, ഏറ്റവും ഫൈനൽ സ്റ്റെപ്പ് എന്താണ്, അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്യുന്നു. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ. വിച്ച് മെത്തേഡ് ഡസ് നോട്ട് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി? ഓക്കെ, ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ ടെക്നിക്കിൽ ടൈം വാല്യൂവിനെ കൺസിഡർ ചെയ്യാത്ത മെത്തേഡ് ഏതാണ്? ഡസ് നോട്ട് കൺസിഡർ നോക്കിയേ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ PI മെത്തേഡ്. ഏതാണ് ആൻസർ വരുന്നത്? നമുക്കറിയാം നെറ്റ് പ്രസൻറ്റ് വാല്യൂവും ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒക്കെ എന്താണ്, ടൈം വാല്യൂവിനെ കൺസിഡർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ARR, ദാറ്റ് ഈസ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The presence of fixed cost in the total cost structure of a firm result in. നോക്കാം, അതായത് ഒരു ഫേമിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ ഫിക്സ്ഡ് കോസ്റ്റ് കമ്പോണൻറ്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് നോക്കിയാലോ. ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്, സൂപ്പർ ലിവറേജ് ഉണ്ട്, ആൻഡ് നൺ ഓഫ് ദ എബോ. നമുക്കറിയാം, അതായത് ടോട്ടൽ കോസ്റ്റിലെ ഫിക്സ്ഡ് കോസ്റ്റ് കമ്പോണൻറ്റിനെ വിളിക്കുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് ആൻസർ വരിക. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്? നമ്മുടെ ഇക്വിറ്റിയുടെ കൂടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് ആയ പ്രിഫറൻസ് ഷെയറോ ഡിബഞ്ചറോ ഇതിനെയൊക്കെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ടോട്ടൽ കോസ്റ്റിനകത്ത് ഫിക്സ്ഡ് കോസ്റ്റ് കമ്പോണൻറ്റ്. ഇനി ഫിനാൻഷ്യൽ ലിവറേജോ നമ്മുടെ ഇക്വിറ്റിയുടെ കൂടെ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് വരുന്നതിനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൂപ്പർ ലിവറേജ് എന്താണ്? ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്, ദാറ്റ് ഈസ് സൂപ്പർ ലിവറേജ് എന്ന് പറയുന്നത്. സോ ആൻസർ ഇവിടെ എന്താണ്? ഇവിടെ ബി ആണ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. The cost of capital declines when the degree of financial leverage increases. Who advocates it? Net operating income approach, net income approach, Modigliani and Miller approach, ട്രഡീഷണൽ അപ്രോച്ച്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കുറച്ച് തിയറീസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്ലൈൻ ചെയ്യും എന്ന് പറയുന്ന തിയറി ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, നെറ്റ് ഇൻകം അപ്രോച്ചാണ്. നമ്മളപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, എന്തായിരുന്നു പറഞ്ഞത്? ഫിനാൻഷ്യൽ ലിവറേജ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? അത് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നു അല്ലേ, റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചാണ്. അതായത് ലിവറേജ് ഇൻക്രീസ് ചെയ്യുമ്പം നമ്മുടെ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ഇവിടെ എന്താണ്, ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്ലൈൻ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് നെറ്റ് ഇൻകം അപ്രോച്ച്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, നെറ്റ് ഇൻകം അപ്രോച്ചാണ്. നോക്കിയേ, എ വ്യൂ ദാറ്റ് ദ ഡിവിഡൻഡ് പോളിസി ഓഫ് എ ഫേം ഹാസ് എ ബിയറിംഗ് ഓൺ ഷെയർ വാല്യുവേഷൻ അഡ്വക്കേറ്റഡ് ബൈ ജെയിംസ് ഇ വാൾട്ടർ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അസംഷൻ. നമുക്കറിയാം ഡിവിഡൻഡ് തിയറീസ് നമ്മൾ പഠിക്കുന്ന അല്ലേ, അതിനകത്ത് റെലവൻ്റ് ആയിട്ടുള്ള രണ്ട് തിയറി ഉണ്ട്. ഏതൊക്കെയാണ്? വാൾട്ടർ മോഡലും ഗോർഡൻ മോഡലും. ഇവിടെ വാൾട്ടർ മോഡലിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ തിയറീസിൻ്റെ എല്ലാം അസംഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്കിയേ, വാൾട്ടർ മോഡലിൻ്റെ അസംഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീറ്റേൺഡ് ഏർണിംഗ്സ് ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് ഫിനാൻസിങ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേറ്റ്. ഓൾ ഓഫ് ദ എബോ. എന്താണ് ആൻസർ വരുന്നത്? വാൾട്ടർ മോഡലിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് റീറ്റേൺഡ് ഏർണിങ്സ് മാത്രമാണ് നമ്മുടെ ഓൺലി സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. സോ എന്താണ് ഓപ്ഷൻ ബിയും സിയിലും പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മക്കളെ എന്താണ്? റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ എന്താണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തില്ല, അതെന്താണ്? ഫിക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്?
ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് റീറ്റെയിൻഡ് ഏണിങ്സ് മാത്രമാണ് നമുക്ക് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഉള്ളത്. എന്താണ് നമ്മുടെ റീറ്റേൺഡ് ഏണിങ്സ് മാത്രമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അത് ഏതിൻ്റെ അസംഷനാണ്? വാൾട്ടർ മോഡലിൻ്റെ അസംഷനാണ്. ദെൻ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1ഉം 2ഉം തന്നിട്ടുണ്ട്. മാച്ചിങ് അപ്രോച്ച്, സ്ട്രക്ചറൽ റേഷ്യോസ്, ഓർഡറിങ് ക്വാണ്ടിറ്റി ആൻഡ് ബോണസ് ഷെയർസ്. മാച്ചിങ് അപ്രോച്ച് എവിടെയാണ് വരുന്നത്? നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ ഹെഡ്ജിങ് അപ്രോച്ച് അഥവാ മാച്ചിങ് അപ്രോച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. സോ A3 ആണ് വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് എലിമിനേഷൻ യൂസ് ചെയ്യാം. A3 വരുന്നത് 2 ഓപ്ഷനിൽ മാത്രമാണ്. ദെൻ സ്ട്രക്ചറൽ റേഷ്യോസ് നമ്മൾ പഠിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഭാഗത്താണ്. സോ നമുക്ക് മനസ്സിലായി ബി എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. 2 ഓപ്ഷനും ബി എന്താണ്? 4 തന്നെയാണ്. ദെൻ സി ഓർഡറിങ് ക്വാണ്ടിറ്റി അതെവിടെ വരും? നമുക്കറിയാം ഇൻവെൻട്രി മാനേജ്മെൻറ്റിലല്ലേ ഓർഡറിങ് ക്വാണ്ടിറ്റി വരുന്നത്. സോ C2 ആണെന്ന് മനസ്സിലായി. ദെൻ ഡി എന്താണ് വരുന്നത്? D1 ആണ്. ബോണസ് ഷെയർ എന്താ? ഡിവിഡൻഡ് പോളിസിയുടെ ഭാഗമായിട്ടാണ് അല്ലേ ബോണസ് ഷെയർ വരുന്നത്. സോ D1 ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? കണ്ടോ, എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താവുന്നുള്ളൂ. സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, permanent working capital is generally financed through long-term capital fund, government assistance, internal financing, short-term loans from banks. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് ഫിനാൻസ് ചെയ്യുന്നത്? സിമ്പിൾ ആണ് അല്ലേ. ലോങ് ടേം ക്യാപിറ്റൽ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി എന്താ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട്സ് വെച്ചിട്ടാണ്. സോ ഇവിടെ എന്താണ്? പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സോ എന്താണ് ആൻസർ? എ ആണ്. ലോങ് ടേം ഫണ്ട്സിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. Then the appropriate ratio for indicating liquidity crisis is operating ratio, sales turnover ratio, കറണ്ട് റേഷ്യോ, അസിഡ് ടെസ്റ്റ് റേഷ്യോ. ആൻസർ എന്ന് പറയുന്നത് അസിഡ് ടെസ്റ്റ് റേഷ്യോ ആണ് കേട്ടോ. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ? നമുക്കറിയാം കറണ്ട് റേഷ്യോ ഇവിടെ എന്താണ്? കറണ്ട് റേഷ്യോയും ലിക്വിഡിറ്റി റേഷ്യോ ആണ്. പക്ഷേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അസിഡ് ടെസ്റ്റ് റേഷ്യോ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാൻ നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകളിൽ നിന്നും എന്താണ് കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി കാണിക്കുന്നത് എന്താണ്? അസിഡ് ടെസ്റ്റ് റേഷ്യോ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് അസിഡ് ടെസ്റ്റ് റേഷ്യോ ആണ്. ദെൻ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി? അല്ലേ, ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈ മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത് ഫോർമുലയും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവിടെ നോക്കിയേ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, ഡിവിഡൻഡ് ഈൽഡ് മോഡൽ മെത്തേഡ്, ഗോർഡൻസ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ, ഏണിങ്സ് ഈൽഡ് മെത്തേഡ്. നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് ഉണ്ട്, ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് ഉണ്ട്, ഏണിങ്സ് ഈൽഡ് ഉണ്ട്, റിയലൈസ്ഡ് ഈൽഡ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലാണ്. അതായത് നമ്മുടെ CAPM മോഡലാണ്. ആൻസർ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. താങ്ക് യു.